നമ്മൾ കൊച്ചിയിലാണെന്നുള്ളത്. മെഹ്റബ് മന്തി യമനി ക്വിസിൻ എന്നോ. Almost 4 years. 4 years ആയിട്ടാണ് കൊച്ചി തുടങ്ങിയത്. Yes. എന്താ ഈ മെനുവിന്റെ പ്രത്യേകത എന്താ? ഇത് ടിപ്പിക്കൽ യമനി ഇതാണ്. ഇത് ഞങ്ങൾ ആക്ച്വലി കോൺസെപ്റ്റ് യമന്റെ കോൺസെപ്റ്റ് ദുബായിൽ കൊണ്ടുവന്നു. ദുബായിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു ഇവിടേക്ക് എത്തിച്ചതാണ്. സെയിം അരോമ, അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളും. ആക്ച്വലി മന്തി നോർമലി എല്ലാ സ്ഥലത്തും ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള റൈസാണ്. നമ്മളത് കുറച്ച് ബുഹാരി മിക്സ് മന്തി റൈസാണ്. സം ഫ്ലേവേഴ്സ് ഇൻ ബിറ്റ്വീൻ ദ റൈസ്. വെൻ വി മീൻ ബുഹാരി എന്ന് പറഞ്ഞാൽ മസാല. ബുഹാർ മീൻസ് സ്പൈസസ്. ബുഹാരി മീൻസ് യമൻ. യമൻ ട്രഡീഷണൽ ആക്ച്വലി ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ആവുന്നത്. പക്ഷെ അവിടെ നിന്ന് അവരെ ലോക്കൽ ആയിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ട് ഒരു പൗഡർ പോലെ ആകും. ആ പൗഡറാണ്, ആ ഒരു സംഗതിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു റൈസ് അടിക്കുന്ന സമയത്ത് ലെയർ ആയിട്ടാണ് റൈസ് ദം ഇടുന്നത്. അപ്പോൾ ആ സ്റ്റഫ് ചെയ്യുന്ന സമയത്ത് ഈ ലെയറിൽ വരുന്ന മസാലയും സ്റ്റെപ്പായിട്ടുള്ള പ്ലെയിൻ റൈസിൽ മിക്സ് ചെയ്ത് വരുന്ന റൈസാണ് ഈ ബുഹാരി മന്തി മിക്സ്. നോർമലി ഇപ്പം ആൽറീം അങ്ങനത്തെ റെസ്റ്റോറൻറ്റുകളിൽ വൈറ്റും ഒരു യെല്ലോഷ് ആയിട്ടുള്ള റൈസാണ്. അത് കുയിലുള്ളിൽ അടിയിൽ ഇറക്കിയിട്ടുണ്ടാകും. പക്ഷെ നമ്മളതൊരു കസ്റ്റമൈസ്ഡ് ഓവനാണ്. ഇറ്റ് ഈസ് ഫേമസ് ഇൻ GCC country. all over the GCC they are using this for hygiene actually. ഈ കുഴിമന്തി എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് ചാർക്കോളോ അല്ലെ കരിയോ കത്തിക്കാൻ വേണ്ടി ഒരു കെമിക്കൽ യൂസ് ചെയ്യുന്നു. കെമിക്കൽ കത്തിച്ചതിന് ശേഷം കനലാവുന്നു. കനലിലേക്ക് നമ്മൾ എന്താക്കുന്നു, സ്റ്റാൻഡിന്റെ മുകളിൽ ചിക്കനും മട്ടനും വെച്ചിട്ട് ചെമ്പിൽ അരി വെച്ചിട്ട് ഇതാക്കുന്നു. ഇത് പക്ഷേ നമ്മളെ റൈസ് നമ്മൾ വെജിറ്റേറിയൻ വരെ കഴിക്കാൻ പറ്റും. There is no content, single percent content of non-vegetarian. But you will feel that same like non-veg rice. മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ മന്തിയുടെ ഒരു മന്തി പ്രിപ്പറേഷൻ ബിരിയാണിയാണ്. കുഴിമന്തി എന്ന് പറയുന്നത് ബിരിയാണി മാത്രം. അല്ലല്ല, ബിരിയാണി മന്തി എന്ന് പറഞ്ഞാൽ ശരിക്കും മന്തി എന്ന് പറയുന്നത് ശരിക്കും കുഴിയിൽ വെച്ചുണ്ടാക്കുന്ന മന്തി തന്നെ. നമ്മൾ ഈ പ്രോസസ്സിലേക്ക് മാറ്റാൻ കാരണം നമുക്ക് എനി ടൈം എന്ത് ഡിപ്പാർട്ട്മെന്റ് വന്നാലും ചെക്കിംഗ് ആണ്. നമുക്ക് ഫുൾ ഹൈജീൻ ആയിരിക്കും, ഫുൾ സിസ്റ്റമാറ്റിക് ആയിരിക്കും, ടൈമിംഗ് ഉണ്ടായിരിക്കും. അത് ആക്ച്വലി നമ്മുടെ നാട്ടുകളിൽ മലയാളികൾ പേരിട്ടതാണ് ഈ കുഴിമന്തി. മനസ്സിലായോ? ശരിക്കും കുഴിമന്തി എന്നുള്ള പേരില്ല, മന്തിയാണ്. മന്തിയാണ് അതിന്റെ പേര്. അത് യമനിലെ ഒരു ഫുഡിന്റെ പേരാണ് മന്തി. മന്തി റൈസ്, മന്തി ചിക്കൻ. മന്തി റൈസിന്റെ കൂടെ ചേർക്കുന്ന ചിക്കനാണ് മന്തി ചിക്കൻ. അതെന്താ മന്തി ചിക്കൻ എങ്ങനെ നോർമൽ എങ്ങനെ? അത് ഫുള്ള് സ്കിൻ ഔട്ട് ആയത് ചിക്കന്റെ മേലെ മസാല പുരട്ടിയിട്ട് അങ്ങനെ തന്നെ ചുട്ടെടുക്കുന്നത്. അതായത് സ്റ്റീമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രത്യേകത നോർമലി അത് കനലിന്റെ മേലെ ചുട്ടിട്ട് നന്നായിട്ട് ദമ്മാക്കിയിട്ട് ഒരു 1 hour ഫുൾ റൈസ് ഐറ്റംസ് മാത്രമല്ല ഈ റെസ്റ്റോറന്റിൽ. അല്ല, വി ഹാവ് ടിക്ക, കബാബ്സ്, വി ഹാവ് സാലഡ്. അല്ലല്ല, അത് ആക്ച്വലി ലബനീസ് ഇറാനിയൻ ലബനീസ്. വി ഹാവ് ഇറാനിയൻ കബാബ്, ചോലോ കബാബ്. And we have Zafran tikka, jojo kebab. And we have fish tao. അപ്പൊ ഇത് യമനി റെസ്റ്റോറന്റ് കൂട്ടത്തില് Arabian cuisine. People they want like starters and all. So we put that one. We have fish also, grilled fish, tandoori fish, like barbecue fish. Big fish, whole fish. We have that big roti from Yemen, Malawa. Yeah, like paratha. Riyadh, yes, you'll get in Saudi. അവിടെ എല്ലാരും കൂടെ ഇതിപ്പോ സിറ്റ് ഔട്ട് ലേഔട്ട് ആണ്. മറ്റേ നിങ്ങൾ ഓപ്പൺ സ്പേസ് മജ്ലിസ്, അത് എല്ലാവരും ഇരുന്നിട്ട് കഴിക്കുന്നത്. അതൊരു അറേബ്യൻ കോൺസെപ്റ്റ്. ഇത് ഹനീദ് റിബ്സ്. Actually, we made it first. We boil it, some spices. Then, if you order, we will grill it on charcoal. ഇതെന്താ നമ്മുടെ? This is 0% fat. This one, but this one is with fat and bone. lamb. Baby lamb. Yeah. Ribs. ഇത് ഗ്രില്ലായി കഴിഞ്ഞാൽ റെഡി ആയി. ഓൾറെഡി മാരിനേറ്റഡ് ആണ്, ബോയിൽഡ് ആണ്. This one is mutton mandi. Mutton mandi. Very soft. Very good. Okay, this one is mutton madfoon, which I told you. This is juicy. അപ്പൊ നിങ്ങൾ ഈ മട്ടൺ ഒക്കെ ഇവിടെ ഇതിന്റെ ഉള്ള ഫീച്ചേഴ്സ് we have a specified farm ഉണ്ട്. അതാണ് our branches we are bringing from there. ശരി, നിങ്ങൾ അവിടെ നിന്നാണ് സോഴ്സ് ഔട്ട് ചെയ്തത്. ഗ്രേറ്റ്. അപ്പോൾ ഇവരെല്ലാം ഷെഫുമാർ ഇപ്പൊ ഒക്കെ അങ്ങനെയാണ്, അവരുടെ തന്നെ സോഴ്സ് ഔട്ട് ചെയ്ത സാധനങ്ങൾ വെച്ചിട്ടാണ്. നല്ല ഫാറ്റ്, നല്ല സ്പെസിഫിക്കേഷൻ. Very Babylon. See.